ഹലോ ഹായ്, ഞാൻ പാണ്ടിക്കാട് റോക്സാണ്. പിന്നെ ഞാൻ കുറ്റാലത്ത് പോയപ്പോൾ ഉണ്ടല്ലോ എടുത്തൊരു വീഡിയോസാണ് കേട്ടോ. ആ സൈഡിലിരിക്കുന്നത് കണ്ട ചെറിയ വീടിനൊക്കെ കെട്ടിയിട്ടുള്ള സാധനങ്ങൾ, അത് ഭയങ്കര വെള്ളപ്പൊക്കം ഇവിടെ വന്നിട്ടും കുത്തി ഒഴിച്ച് ഭയങ്കരമായിട്ട് അരുവി ഇങ്ങനെ കുത്തി വെച്ച് പോയിട്ടും അതിനകത്ത് ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല. ആ പണ്ടത്തെ ആ കെട്ടിൻ്റെ സ്ട്രോങ് ആണ്. എനിക്കൊന്ന് പണ്ട് അവിടെ പൂജയും കാര്യങ്ങളും എന്തൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട. എല്ലാം കരിങ്കല്ല് വെച്ച് കെട്ടിയ നല്ല സൂപ്പറായിട്ട് കെട്ടിയിട്ടുള്ള ഒരു ബിൽഡിങ്ങിനൊക്കെയുള്ള സാധനം കേട്ടോ. അത് കുറേ വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ. അത് കണ്ടാ, ഇത് കുറ്റാലത്താണ് കേട്ടോ. ഇതൊക്കെ കെട്ടിയ ആൾക്കാരെ മണ്ടയെന്ന് പറഞ്ഞാൽ ഇത്രയും കാലങ്ങളായിട്ട് അത് നീടിച്ച് നിൽക്കണമെങ്കിൽ അത് ഭയങ്കര ഒരു സംഭവം തന്നെ അത് കേട്ടോ. കണ്ടാ, ഇപ്പോഴും വെള്ളമൊക്കെ ഉണ്ട്. അല്ല, അരുവിയിൽ തന്നെ വെള്ളമൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ ആളുകളുണ്ട് കണ്ടോ. ഭയങ്കര ആളാണ്. ഭയങ്കര ഒരു ഔഷധ വെള്ളം എന്നാണ് ഇത് പറയുന്നത്. ഭയങ്കര പേര് കേട്ട തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ പേര് കേട്ട ഒരു അരുവിയാണ് കുറ്റാലം എന്ന് പറയുന്നത്. തെങ്കാശിയാണ്. പണ്ട് തിരുനെൽവേലി ജില്ലയ്ക്കകത്തായിരുന്നു, ഇപ്പം തെങ്കാശി ജില്ലയായി. തെങ്കാശി ജില്ലയ്ക്കകത്താണ് ഈ അരുവിയുള്ളത്, കുറ്റാലം എന്ന് പറയുന്ന സ്ഥലം. പിന്നെ ഈ ഏരിയയിൽ കുറേ ഇറങ്ങി കാണാനുള്ള സ്ഥലങ്ങളുണ്ട്. പാലരുവിയും പാവനാസവും ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. നല്ല ഇതിൻ്റെ മണ്ടയിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട് മുമ്പ്. ഇപ്പം കയറ്റിയിടാൻ പറ്റുമല്ലോ, പണ്ട് നമ്മൾ പോയിട്ടുണ്ട് എൻ്റെ മണ്ടയിലൊക്കെ. ഇപ്പം വെള്ളമൊക്കെ അടിച്ചിട്ട് ഭയങ്കര അലമ്പും കുറേ ആൾക്കാർ മരിച്ചുകൊണ്ട് അതിൻ്റെ മണ്ടയിൽ കയറ്റിയിടത്തില്ല കണ്ടാ. പിന്നെ ഈ വെള്ളം പോകുന്നത് ഒരു ഡാമിലേക്കാണ്. അവിടുന്ന് ഫുള്ളും കൃഷി ആവശ്യങ്ങൾക്കാണ് കൊണ്ടുപോകുന്നത്. അതിനൊക്കെ തന്നെ ഇവിടെ സോപ്പ്, ഷാമ്പു ഇതൊന്നും ഇട്ട് കുളിച്ചുകൂടാ. കാരണം ഈ വെള്ളം കുടിക്കാൻ എടുക്കുന്നുണ്ട് ആൾക്കാർ. അതുകൊണ്ട് ഇതൊന്നും ഇട്ടുകൂടാ. എന്താ ഭയങ്കര സൂപ്പറായിട്ടുള്ള ഒരു അരുവിയാണ്. മണ്ടയിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. പിന്നെ ഹായ്, പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.